മഴ തുടങ്ങി, തുണികളുടെ പ്രശ്നം തുടങ്ങിയിട്ടാ. തുണികളുടെ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ തുണി തിരുമ്പിയിട്ടാൽ ഉണങ്ങാനാണ് ആകെ ബുദ്ധിമുട്ട്. അപ്പുറത്ത് വലിയ അഴക്കൊക്കെ കെട്ടിയിട്ടുണ്ട്. അവിടെ വെക്കണ്ട മുട്ടി, അവിടെ പച്ച കെട്ടിക്കുന്നുണ്ട്. അഴക്കൊക്കെ കെട്ടിയിട്ടുണ്ട്. പക്ഷെ അപ്പുറത്ത് ഫുള്ളും കണ്ടോ മരം ആയതും കൊണ്ട് കാറ്റും ഭയങ്കര ഇരുട്ട് പോലെയാണ് ചേട്ടാ. അവിടെ വിടുന്ന പോലെ തന്നെ അങ്ങനെ കിടക്കൂട്ടോ. നമ്മുടെ ചെണ്ടുമല്ലി കണ്ടോ, നമ്മുടെ പൊന്നൂൻ്റെ പണിയാണ് ഇത്. എന്തെന്നറിയോ, ഒക്കെ പറിച്ച് അങ്ങോട്ട് ഇട്ടു. എല്ലാതും പറിച്ചിട്ട് ഒക്കെ ചെരിഞ്ഞതായി. ഒരാൾ തുണി തോരട്ട് കഴിഞ്ഞ് വെച്ചാൽ എടുക്കാനും ഇടാനും വേണം കേട്ടോ. മഴ വരുമ്പോഴേക്കും ഓടി വരണേ. ഇന്ന് നമ്മളില്ലേ നമ്മുടെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ച്. രാവിലെ ശനിയാഴ്ച രാവിലെ എന്താ, കുട്ടികൾക്ക് ക്ലാസ് ഇല്ല. എല്ലാവരും കുറച്ച് നേരം വൈകിട്ടാട്ടോ നീക്കുക. അപ്പോൾ അമ്മു എന്താണ് നേരം വൈകിട്ട് എണീക്കണമെന്ന് പറയുന്നത്. അമ്മു രാത്രിയിൽ ഇരുന്ന് പഠിക്കും കേട്ടോ. അമ്മൂട്ടി അതേപോലെ രാവിലെ ഞങ്ങൾ വർക്കൗട്ടിന് പോണ സമയത്ത് അവളിരുന്ന് വായിച്ച് പഠിക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഉറക്കത്തിൽ പെടുമ്പോൾ നമ്മളാണോ വെച്ചാൽ കുറച്ച് നേരം കിടക്കട്ടെ എന്ന് വിചാരിക്കില്ലേ അല്ലേ ഏട്ടാ. കുട്ടികൾ ഞങ്ങൾ രാവിലെ നീച്ച് പോകുമ്പോൾ നല്ല ഉറക്കം കമ്മിയായി കഴിഞ്ഞു വെച്ചാലും ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ടാണ് അവൾ രാവിലെ കുറച്ച് വൈകിട്ട് നിൽക്കുന്നത്. പഠിക്കാനും ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഇനിയിപ്പം തിങ്കളാഴ്ച മുതൽ 8:20 പോകണമല്ലേ അമ്മ സ്കൂളിലേക്ക്. 8:15 അവിടെ എത്തണം. നിറച്ച് കാട് പന്നിമുള്ളുണ്ടായിട്ടുണ്ട്. ഇനി ഇവിടെ ഇടാൻ പറ്റില്ല. മുന്നേ ഞങ്ങളുടെ ഇട്ട് കഴിഞ്ഞ് വെച്ചാൽ അവിടെ എന്തെങ്കിലും ഇഴജന്തുക്കളുണ്ടെങ്കിൽ അറിയില്ല. വേനൽക്കാലമായി കഴിഞ്ഞ് വെച്ചാൽ കാട് വെട്ടാൻ വിളിക്കുമ്പോൾ അല്ലേ എല്ലാവർക്കും ഇപ്പോൾ ഈ മഴയുടെ ഈ സീസണും ഇതൊക്കെ ഇട്ട് ബുദ്ധിമുട്ട്. മെഷീൻ കൊണ്ട് വെട്ടി വെച്ചാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. ആരോ ഫോൺ വിളിക്കുന്നുണ്ട്. മുള്ളുണ്ടാവും. അമർത്തി വെക്കി. മുള്ളുണ്ടായി. കുറച്ചും കൂടി അമ്മ വെക്കണം. റോസ് ചുമപ്പ് റോസാണ് കേട്ടോ. ഞാനപ്പോൾ അത് അവിടുത്തെ അവരോട് കുറേ ദിവസമായിക്ക് റോസ് കൊമ്പ് കൊണ്ടുവന്ന് തരുമോ ചോദിക്കണു. അപ്പം അങ്ങനെ കൊണ്ടുവന്നതാണ്. ഇനിയിപ്പോൾ അത് ഇവിടെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ പൊന്നു എത്ര വേഗം കൊണ്ട് കളയോന്നൊന്നും അറിയില്ല ചേട്ടാ. റോസ് കുറച്ചും കൂടി താഴ്ത്തണം ഉണ്ണി. അമ്മ താഴ്ത്താം. ഇവിടെ വയ്ക്കണ്ട, അപ്പുറത്ത് കൊണ്ട് വെച്ചാലോ. ഓക്കെ. എന്തേ മുള്ളു കുത്തിയോ? അതിൽ കണ്ടോ എത്ര പൂവുണ്ടായിട്ട് അവരൊന്നും പൂ പറിക്കാത്ത കൊണ്ട് കണ്ടിട്ട്. അമ്മ ചേച്ചി ഇടാതെ. ഞാൻ കുറേ ഇട്ടോ ഈ ഏട്ടനോട് പറയാൻ തുടങ്ങിയിട്ട് നമുക്ക് കുറച്ച് ചെടി വയ്ക്കാനുള്ളത് ചെയ്യാന്നുള്ളത് കേട്ടോ. അപ്പോൾ ഏട്ടൻ മതിൽ തേപ്പ് കഴിയട്ടെ എന്നിട്ട് ഈ സൈഡിൽ കൂടെ മൊത്തം വെക്കാമെന്ന് പറഞ്ഞേ. എന്നിട്ട് ഒന്നും ആയില്ല. ഇത് തറവാട്ടിൽ കൊണ്ടുപോയിട്ട് 2 വെക്കണം. ഇതാ ഇവിടെ വെച്ചാൽ അവിടെ 2 തറവാട്ടിൽ വെക്കണം. ബാക്കിയുള്ളത് ഇവിടെയും വെക്കണം. എവിടെ ഉണ്ടായാലും നമുക്ക് അവിടേക്ക് ഇപ്പോൾ കെട്ടാൻ പോവല്ലേ സാധിക്കുന്ന സമയത്ത്. അപ്പോൾ ഇത് വലിച്ചു കളയേണ്ടി വരില്ല ചേട്ടാ. വലിച്ചളയാൻ പാകത്തിൽ വെക്കണ്ട. ഇവിടെ വെച്ചാലോ ഈ സൈഡിൽ കൂടെ. അതിൻ്റെ ഇടയിൽ കൂടെ വെച്ചോ. ഒന്നിവിടെ ഒന്നെവിടെ വെക്കുക. അമ്മ അറിയണേ ചെണ്ടുമല്ലി അവളെക്കാളും ഹൈറ്റ് വെച്ചു. അത് ഒന്നിവിടെ വെക്കാം അല്ലേ. മാങ്ങേൻ്റെ തൈ എവിടെയൊക്കെയാണ് വെച്ചിട്ടുണ്ടായിരുന്നു മാങ്ങേൻ്റെ? ഒന്നതാ അവിടെ, ഒന്നവിടെ, ഒന്നിവിടെ. നമ്മുടെ ഇവിടുത്തെ ഈ കാട് മൊത്തം വെട്ടിയാലും മഴ തുടങ്ങിയത് കൊണ്ട് വെട്ടിയിട്ടും മെഷീൻ കൊണ്ട് വെട്ടാന്ന് പറഞ്ഞിട്ട് ഏട്ടൻ വെട്ടുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. ഞാൻ ഇവിടെ കുറേ മാങ്ങേൻ്റെ തൈ കുറിച്ച് വെച്ചിട്ടുണ്ട്. മഞ്ഞളത് ഇത് തറവാട്ടിൽ വെക്കുക വിചാരിച്ചിട്ട്. അവിടെ മണ്ണിളകി കിടക്കല്ലേ, അവിടെ കൊണ്ടുവയ്ക്കുക. ഇവിടെയെന്ന് വെച്ചാലും അവിടെയെന്ന് വെച്ചാലും ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓണത്തിനല്ലേ കുട്ടികൾ പറിച്ചെന്തായാലും തലയിൽ വെക്കില്ല. കാണാൻ ഭംഗിക്ക് മാത്രമല്ല, അവിടെ എവിടെയെങ്കിലും ഉണ്ടായാലും അങ്ങനെ വിളിച്ചെറിയും. അതാണ് ആകെ നാളല്ലേ
അവന് മുള്ളല്ലേ എന്തുണ്ടായാലും അവൻ വലിച്ചെറിയും. കുട്ടികൾക്ക് അവനറിയില്ല. ഈ 10 മണിയുടെ പൂവില്ലേ, ഒരു 5-6 കിട്ടിയതാട്ടോ. ഒരു മഞ്ഞ, ഒരു ചുവപ്പ്, പിന്നെ ഒരു ക്രീം കളർ പോലെയൊക്കെ ഉള്ളത് അവിടെ വെച്ചിട്ട് ഫുള്ള് എടുത്തിട്ടില്ലേ അരിഞ്ഞക്ക് കേട്ടാ. കത്തിയും കൊണ്ടില്ലേ. ഇനി കുടുംബശ്രീക്ക് പോകുമ്പോൾ വേണം പോയി ചോദിക്കാൻ അവരുടെ അടുത്ത്. നമ്മളെപ്പോഴും ആഴ്ചയിൽ ഇങ്ങനെ ഇത് പറിക്കട്ടെ പറയാൻ പറ്റുമല്ലേ. അവനറിയില്ല കുട്ടികൾക്ക്. ഇപ്പോൾ നമ്മുടെ കിച്ചോട്ടിന് അതേപോലെയായിരുന്നു. എന്തെങ്കിലും സാധനം ചെറുതാവുന്ന സമയത്തില്ലേ ഒന്നും വളർത്താനായിക്കില്ല. മുല്ലച്ചെടിയൊക്കെ എത്ര വലിച്ചു കളഞ്ഞേക്കണമെന്ന് പറഞ്ഞിട്ട് അവരുടെ ഇത് നട്ടത് ഉണ്ടായി കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി കാര്യം ഒന്നും അറിയില്ലല്ലോ. അറിയാനാവണല്ലേ ഉള്ളൂ. ബായ്. അതിലെന്തെങ്കിലും ഇട്ട് വെക്കാലോ. എന്താ അടി എല്ലാവരും എന്നെ ചീത്ത അറിയുന്നത്. അല്ലെങ്കിൽ രാവിലെ ഇല്ലേ ഒരു സുഖമല്ല കേട്ടോ, തലവേദന. അച്ചുട്ടിക്കും തലവേദനയിട്. അച്ചുട്ടി അതാണ്ടോ കുളിക്കാതിരുന്ന് കഴിഞ്ഞാൽ ഒരു സുഖല്ലേ. തല നനച്ചിട്ടില്ലെങ്കിൽ എന്തോ ഒരു പോലെ തോന്നുള്ളൂ. നമ്മൾ എന്താ ഇങ്ങനെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അതൊരു ശീലമായി. ചില സമയത്ത് തീയേ ഒന്ന് കത്ത് തീയേ മസാല ദോശ ഉണ്ടാക്കിയാലോ, റോസ്റ്റ് ഉണ്ടാക്കിയാലോ. എന്താ ഇഡ്ഡലിയോ? എപ്പോഴും ഇഡ്ഡലി തന്നെയല്ലേ. ദോശ വേണ്ട. തീ കത്തിക്കാൻ തുടങ്ങിയിട്ട് 1/2 മണിക്കൂറായി. ഗ്രീൻ പീസാണ് കേട്ടോ. ഇതന്നെയാണ് നമുക്ക് ഉച്ചയ്ക്കുള്ള കറി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഗ്രീൻ പീസ് കൂട്ടിയിട്ട് ചോറിനാൻ. ഞങ്ങൾക്ക് ആർക്ക് കടലക്കറി ചെറുതായി കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ഇഷ്ടമാട്ടോ. എന്താ ഉരുളക്കിഴങ്ങ്, വെളുത്തുള്ളി, പച്ചമുളക്, ഉള്ളി, ഇഞ്ചി ഒക്കെ പാടിട്ട് കൊടുത്തിട്ടുണ്ട്. അല്ല അർജന്റീനക്ക് 3 സ്റ്റാർ ഉണ്ട്. തക്കാളി. ഇനി നമ്മളില്ലേ മഞ്ഞപ്പൊടി. എവിടെ സ്റ്റാർ? ഇത് 2 ഉള്ളൂ, ബാക്കി 1 എവിടെ? ഇങ്ങോട്ട് നോക്കും. കാക്കത്ത് പോയി. പോർച്ചുഗൽ തോറ്റു കണ്ടിട്ട് കളിക്കറിയാം. പോർച്ചുഗൽ തോറ്റു കണ്ടിട്ട്. അർജന്റീന തോറ്റോ? ഇല്ല, നിങ്ങൾ അങ്ങനെ പറയരുത്. മഞ്ഞപ്പൊടി തമാശ രാവിലെ തന്നെ. മുട്ടി മേമയുടെ കോമഡി. മല്ലിപ്പൊടി. ഞാനില്ലേ പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ മൈദ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. പൊറോട്ട ഉണ്ടാക്കണം പറഞ്ഞിട്ട് എല്ലാ പ്രാവശ്യം നമ്മൾ ബിരിയാണിയല്ലേ ഉണ്ടാക്കുക. അപ്പോൾ പൊറോട്ട ഉണ്ടാക്കണം പറഞ്ഞിട്ട് ശരിയാവില്ലെന്ന് അറിയില്ല. പക്ഷെ നമ്മൾ കോവിഡിൻ്റെ സമയത്തൊക്കെ നമ്മൾ പൊറോട്ട ഉണ്ടാക്കിയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പൊറോട്ട ഉണ്ടാക്കിയിട്ടേ ഇല്ല കേട്ടോ. പക്ഷെ വട്ട ഉണ്ടായിരുന്നില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ ഉണ്ടാക്കിയത്. ഞാൻ വിചാരിച്ചത് എന്തുപോലെ അതൊക്കെ ഇതാട്ടോ. ഇനി ഇത് കുക്കറിൽ വെക്കട്ടെ. തേങ്ങ അരച്ചിട്ടാണ് വെക്കുന്നത്. ചിലവർ പറയേ നമ്മളിവിടെ കുക്കറിൽ അടുപ്പത്ത് വെച്ച് നോക്കിയിട്ടില്ല കേട്ടോ. അടുപ്പത്ത് വെച്ച് കൊടുക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. നമുക്ക് ഇനി എന്തെങ്കിലും സ്പെഷ്യൽ വാങ്ങണ സമയത്തില്ലേ അടുപ്പിൽ കുക്കറിൽ വെച്ച് നോക്കണം. ഇരിക്കുന്നോ? പക്ഷെ ഒരേ രീതിയിൽ കത്തുണ്ട്. ഒരേ രീതിയിൽ കത്തൊന്നും വേണ്ട. അത്ര മുട്ടി മേമയ്ക്ക് കൊടുക്ക്. മതി
തേങ്ങ മതി, തേങ്ങ മതി, മതി 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 മതി. വലിച്ചു കളകിയേ കൊണ്ടേ കൊട്ടത്തേങ്ങ എന്താ ചെയ്യാന്ന്. മധുരണ്ടോ? എല്ലാവർക്കും കൊടുക്ക്. ഇത് പാലും ചായ ബ്രൂ ഒന്നും കൂടി എടുക്ക്. ഇന്ന് അതില്ലേ ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടേക്ക് ഇങ്ങനെ ഇങ്ങനെ കടിക്കുക. അങ്ങനെ വിളിച്ച് ശീലിക്കരുത്. നമ്മുടെ വീട്ടിൽ നിന്ന് പഠിക്കുന്നതാണ് വേറെ വീട്ടിൽ പോയാലും ചെയ്യാവുന്ന. ആയേ അച്ചയ്ക്കൊന്ന് നമ്മുടെ കുട്ടിക്കൊന്ന് എന്ത് നന്നായിട്ടുണ്ട്. എന്ത് എന്ത് എവിടെ ഇപ്പൊ ഞാൻ ഒരു തീപ്പെട്ടി വെച്ചിരുന്നു, കണ്ടിരുന്നോ നിങ്ങൾ ആരെങ്കിലും? ലാപ്പിലുണ്ട് 50 രൂപ. എന്തെങ്കിലും വായിക്കെടുത്താ ചിലപ്പോ എന്തെങ്കിലും കാണാതിരിക്കുമ്പോ ചിലപ്പോ അതായിരിക്കും പെട്ടെന്ന് ഇങ്ങോട്ട് വരും. എനിക്ക് ഒരു ആപ്പ് എല്ലാ ഐറ്റംസിനും വില കമ്മിയാ, 50-25 ഉള്ളൂ. മധുരം കൂടിയിട്ടില്ലല്ലേ? പിള്ളോട് പറഞ്ഞാൽ അത് ചിലപ്പോ ഫേക്ക് ആയിരിക്കും, നല്ല മേമാകും. ഇന്നെന്നെ തീയിട്ട് കളിപ്പിക്കാണ്. ചെയ്യോ വയ്യ. എന്തറാ പൂത്താങ്കിരിയല്ലോ കുട്ടിയെ നീ? ആ എന്നാ ഈ പപ്പു ഇവിടെ പപ്പു ആണ് കേട്ടോ കുട്ടി. ഇവനൊക്കെ വലിയ ചക്കരായി. എന്നാ അപ്പൊ നീ വലുതായില്ലേ? അപ്പൊ നീ എന്താ അംഗനവാടി പോകാത്ത? ഞങ്ങളുണ്ടോ സ്കൂളിക്ക് പോണുണ്ടോ? ചായ അല്ല, അംഗനവാടിക്ക് പോവാദ്യം. അച്ഛന്റെ ചെരുപ്പിട്ടൊന്നും അത്രക്കൊക്കെ അത്രക്കൊക്കെ വലുതായിട്ടുണ്ട്. കേട്ടോ അംഗനവാടി പോകുമ്പോ നാളെ ഇട്ടിട്ട് കേട്ടോ. അമ്മുട്ടിക്ക് ക്ലാസ് കഴുകാനാണ്. അമ്മുവിൻ്റെ മുഖത്തേക്ക് നോക്ക്. സ്നേഹം കൊണ്ട് പറയണം അമ്മു. ഇന്ന് തീയിനോട് തെറ്റിക്കട്ടോ. കത്തി നിങ്ങൾ ദോശ ഉണ്ടാക്കിക്കോ, ഞാൻ കറിക്ക് തേങ്ങ വറക്കട്ടെ. കത്തി പിടിപ്പിച്ച് തന്നിട്ടുണ്ട്. നെയ്ദോശ ആദ്യം കുറച്ച് സാധാ ദോശ ഉണ്ടാക്കിയിട്ട് ഞാനില്ലേ ഇന്ന് ഇതുണ്ടാക്കണം എന്ന് വിചാരിച്ചാട്ടോ. എന്താണെന്നറിയോ, മസാല ദോശ അല്ലേ ഉണ്ടാക്കണം വിചാരിച്ചു. അപ്പോഴേക്കും വയറുവേദന പിടിച്ചു. അല്ലെങ്കിൽ മസാല ദോശയും ചട്നി അങ്ങനെ ഉണ്ടാക്കുന്ന ചട്നി, അതേപോലെ തന്നെ ചമ്മന്തിയും ഒക്കെ ഇട്ട് നമ്മൾ കഴിക്കില്ലേ, അങ്ങനെ മടക്കി മടക്കി കൊടുക്കണം വിചാരിച്ചാണ് കേട്ടോ. സാരമില്ല ലമ്മു. എന്താട്ടാ? മസാല ദോശ നല്ല ടേസ്റ്റ് അല്ലേ കുട്ടികൾക്ക്. ഉണക്കമീനുണ്ടോ കടയിൽ? നോക്കിയോ? ഇവിടെ ഇല്ല. ഉണക്കൽ ഇന്നലെ ഞങ്ങൾ ഇന്നലെ ഇവിടെ കോങ്ങാട് പോയിട്ടോ. കോങ്ങാട് പോയിട്ട് മരുന്ന് പറയാം, മരുന്ന് വാങ്ങുകയും ചെയ്തു. പിന്നെ കടയ്ക്കും പോയേ. അവിടെ പോയപ്പോൾ ഈ ഉണ്ടമുളകില്ലേ, ഇത് എത്ര വലിപ്പമുള്ള ഉണ്ടമുളക്, എരിവ് കാരം കൂടുതലുള്ളത്. ആ മുളക് കണ്ടു കേട്ടോ, 300 രൂപയിനേ അമ്മു. ഞാനും അമ്മ ഉണ്ടായിരുന്നു. 1 കിലോന് 300 രൂപ. ഒരെണ്ണം ഇട്ടാൽ മതി 300 രൂപ. ഞാൻ പഴുത്തതുണ്ടെങ്കിൽ 2 വാങ്ങണം എന്ന് വിചാരിച്ചു കേട്ടോ. പഴുത്തതും നമുക്ക് വിത്തിനിടാൻ പറ്റിയതേ അതില്ലേനും.
വലിയ മുളക്. അതോ എന്താ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ അത് വെച്ച് കഴിഞ്ഞാൽ പുറത്തു കൂടെ പോണവർക്കും കൂടി അതിൻ്റെ കാര്യം അറിയില്ലേ. അമ്മാതിരി ചെടിയല്ല, ചെടിയച്ച വാങ്ങിച്ചു. ആരെങ്കിലും എന്താ പലചരക്ക് കടയിൽ ചെടി വെക്കോ പെണ്ണേ? അത് ചന്തല്ല, അത് തുരുമ്പടിച്ചിരുന്നു. അപ്പൊ ഞാൻ കളർ ചെയ്ത സോഡ പൊട്ടിക്കുന്ന സാധനമാണ് സോഡ മുടി. കുറച്ച് ചിക്കൻ മസാല കേട്ടോ, ഇല്ലെങ്കിൽ നമുക്കിതിൻ്റെ കൂടെ മുളകും മല്ലിയൊക്കെ വറുത്ത് കൂട്ടാം. മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഞാനപ്പോൾ അത് അങ്ങനെ ഇട്ടു. അങ്ങനെയും ചെയ്യാറുണ്ട് കേട്ടോ. ചിക്കൻ വെക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. എന്താ അമ്മയ്ക്ക് അങ്ങോട്ട് വരാൻ ചിലവർ തേങ്ങ അരയ്ക്കാതെ നമ്മൾ വെക്കാറുണ്ട് കേട്ടോ. കുറച്ച് നൂൽപുട്ടിനൊക്കെ. എനിക്ക് കടലകളിൽ ഏറ്റവും ഇഷ്ടമുള്ളത് പട്ടാണിക്കടല. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം? പട്ടാണിക്കടല കറി വെച്ച് കഴിഞ്ഞ് വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റ്. കുറുമ വെച്ചാലും രസമല്ല ഏട്ടാ. ഏട്ടന് വെള്ളക്കടലല്ലേ ഇഷ്ടം? ഏട്ടന് ഇഷ്ടമല്ല. ഏട്ടന് എന്താ വെള്ളക്കടല. വല്ലാണ്ടില്ലേ വലിയിപ്പിക്കണ്ട അമ്മേ. എന്താണ് ഇവർക്ക് തക്കാളി ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ കഴിക്ക്. കടുക് നല്ല ഉണ്ട് കേട്ടോ. നീ കടുക് കുറച്ചുള്ളൂ കണ്ട് തിന്നാണ്ടിരിക്കണം. ഇവനില്ലേ എന്താ എന്തുണ്ടാക്കുമ്പോഴും കടുക് തോനെ ഇടണം. ഇന്നലെ കടുക് അവിടെ വാങ്ങി വെച്ചിരുന്നു, കണ്ടില്ലേ? എന്താ നമ്മൾ ഒരു മാസമല്ലേ എന്താ സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ സുകന്യ സാധനങ്ങൾക്കൊക്കെ പിന്നെയും വില കൂടിയേക്കണോടി. ഓ ഈ തരുമൊക്കെ നാളെ തരണം കേട്ടോ. ഇപ്പൊ എന്ത് സാധനം ചെയ്യാച്ചാലല്ലേ പൈസ എത്രയും ചോദിക്കും. ഒരു 10,000 രൂപ തരണം കേട്ടോ കുഞ്ഞാ. വേണം ഇല്ലേ സൂനെ? തരണ്ടേ? പിന്നെ ചോദിക്കരുത്. കല്ലുപ്പില്ലേ ഇതാ ഇതില് ഈ ഒരു അവിടെ ഒരു പാത്രത്തിൽ കല്ലുപ്പ് വെക്കണേ. കല്ലുപ്പ് പൊടിയുപ്പും കല്ലുപ്പും ഒക്കെ വാങ്ങിയിട്ടുണ്ട്. കുഞ്ഞ വരുന്നില്ലാത്ര കുഞ്ഞമ്മമാരുടെ വീട്ടിൽ പോകാത്ര സീറ്റ് ലാഭായില്ലേ. സന്തോഷം. ഏട്ടാ ഒരാൾക്കുള്ള ഇഡ്ഡലി കമ്മി, ബിരിയാണി കമ്മി, പൊറോട്ട കമ്മി. തിരിച്ചു വരുമ്പോ കുഴിമന്തി കഴിക്കാം. ഞാൻ പറയുന്നില്ല, കുഴി കുത്തുക, കുഴിമന്തി ഉണ്ടാക്കുക. നമ്മുടെ ഇവിടെ ഒന്നും കുഴിമന്തി കുഴിക്കാൻ ഇവിടേക്കേ കുഴിമന്തി ഉണ്ടാക്കുമ്പല്ലേ കുഴി കുഴിച്ചിട്ടൊന്നും ഹോട്ടൽ കൂടെ ഉണ്ടാക്കുന്നില്ലല്ലോ. ഈ റൈസ് ഉണ്ടാക്കിയിട്ട് അതിൽ അൽഫാമൊക്കെ ഉണ്ടാക്കി ഇട്ടേരല്ലേ ചെയ്യാം. എന്തായാലും കണ്ടോ? ഞാൻ പറഞ്ഞില്ലേ കിണർ നമ്മുടെ അടുത്ത് ഓരോരുത്തർ കിണർ കുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിയിൽ പാറയാണ്. ഈ ഭാഗം മുഴുവൻ പാറയാണ് കേട്ടോ നമ്മുടെ ഈ ഭാഗം. അപ്പോൾ അതിൽ പാറ പൊട്ടിക്കുകയാണ്. രാവിലെ മുതൽ അനിയേട്ടൻ പറയാം JCB കൊണ്ട് എവിടെ മണ്ണ് മാതിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു JCB കൊണ്ട് എവിടെയാണ് മണ്ണ് മാതിർ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു JCB അല്ല അനിയേട്ടാ, അത് കിണറിലെ പാറ പൊട്ടിക്കുകയാണ് എന്ന്. നമ്മുടെ ഇവിടെ കിണറിലെ പാറ പൊട്ടിക്കാന്ന് പറഞ്ഞതാണ് കേട്ടോ ഇതിൻ്റെ ഇതിലുള്ളത്. പക്ഷെ നമുക്കന്ന് 5000 രൂപയൊക്കെയാണ് അവർ പറഞ്ഞത്. 5000 രൂപയായിട്ടോ പറഞ്ഞത്. പക്ഷെ അന്ന് നമുക്ക് ആ 5000 രൂപ ഉണ്ടായിരുന്നില്ല. അതും കൊണ്ട് നമ്മൾ പാറ പൊട്ടിച്ചില്ലേട്ടാ. പക്ഷെ 600 അല്ല 50 അടി കഴിഞ്ഞപ്പോഴേക്കും പാറയാണ് കേട്ടോ നമ്മുടെ ഇവിടെ പാറ വന്നു. അപ്പോൾ നമുക്കത് ചെയ്യാൻ അന്ന് പിന്നെ പറഞ്ഞാൽ സാമ്പത്തികവും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് ഈ കുഴക്കിണറില്ലേ അടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അല്ലേ. എപ്പോൾ തുടങ്ങിയ ഊത്താണ്. ദോശ ഉണ്ടാക്കിയതിനേക്കാൾ കൂടുതൽ ഊതിയല്ലോ പോയി. ഇത് ഓരോ സമയത്ത് ഓരോ അടുപ്പിന് ഓരോ. അച്ചുട്ടിയേ ദോശ കഴിച്ച ഇതാട്ടോ ഇവിടെ അനിയേട്ടനും അനിയനൊക്കെ അല്ലേ ഇങ്ങനെ കട്ടിയിലുണ്ടാക്കണം ദോശ.
എന്നാലേ പറ്റുള്ളൂ. സുകന്യേ കഴിക്ക്. തട്ട് ദോശ അതാണ് പറയും, ഊത്തപ്പല്ല സുകന്യത്. ഊത്തപ്പന് വേറെ. ഊത്തപ്പത്തിൽ ഉള്ളി, പച്ചമുളക്, അനിയൻ തക്കാളി ഇടും, എന്താ മല്ലിയിലയൊക്കെ ഇട്ടിട്ടുണ്ടാക്കും. പിന്നെ നമ്മൾ വേറൊരു തരത്തിലുണ്ടാക്കും, ഇഡ്ഡലിപ്പൊടി ഇട്ടിട്ട് ദോശ ഉണ്ടാക്കും, ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടിട്ട്. അത് ഇവർക്ക് ഇഷ്ടമാണ്. ഇങ്ങനെ അനിയേട്ടനില്ലേ ദോശ കനല്ലാണ്ട് പറ്റില്ല. ചില ആൾക്ക്, എനിക്കൊക്കെ കനം തീരെ പാടില്ല കേട്ടോ. ഇങ്ങനെ പേപ്പർ പോലെയുള്ള ദോശയെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ പൊന്നൂസ് തുടങ്ങി ബഹളം. അമ്മ അത് അവിടെ നിന്ന് ചെറിയ 2-3 കൊള്ളികൾ എടുത്തിട്ട് വന്ന പൊന്നാ. ഏത്? ആ വലുതല്ല, ചെറിയതുണ്ട്. ചെറുത് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടാവും. മതി, അത് പൊട്ടിക്കണ്ട. ഇത് കോഴിക്കറി ഇങ്ങനെ ഒഴിച്ചിട്ട് ദോശ ഉണ്ടാക്കും സുകന്യ. മാവ് ഇങ്ങനെ വേണ്ട കൂടെ കോഴിക്കറി കൊണ്ട് ഒഴിക്കും. നമ്മൾ കഴിച്ചത് നല്ല രസമാണ്. എനിക്ക് അത്ര ഇഷ്ടായില്ല. എന്താ അതിന്റെ പറയാ? കറിദോശ. അത് എന്താ 120 രൂപ കേട്ടോ. നമ്മളെ പോലെ ഉള്ളവർക്കില്ലേ താങ്ങില്ല അത്. അതിലൊരു മുട്ടി ഉണ്ടാവും, പിന്നെ ഈ ഇറച്ചി ഉണ്ടാവും. ഇത്ര വലിപ്പമുള്ള ഒരു ദോശ ഉണ്ടാവും സുകന്യ. ഒന്നിന് 120 റുപ്യ. മല്ലിയിലയും ഒക്കെ ഇട്ടിട്ട് ഏട്ടന്നിട്ട് കറിദോശ ഉണ്ട് പറഞ്ഞിട്ട്, പൊടിദോശ, കറിദോശ, പിന്നെന്ത് ദോശ ഏട്ടാ? ചിക്കനുണ്ട്, ബീഫുണ്ട്. ചിക്കനും ബീഫും. പിന്നല്ലടി ഇഡ്ഡലി, ഞാൻ ലവ് ചിഹ്നത്തിന്റെ ഇഡ്ഡലി, ചതുരത്തിലുള്ള ഇഡ്ഡലി. അത് അച്ചക്ക് കട്ടിയിലുണ്ടാക്കിയതാണ്. വേണോ? അച്ഛന് കട്ടിയില ഇഷ്ടത്രേ. അച്ഛന് കറിയായപ്പോ ഇങ്ങനെ വേണം പറഞ്ഞു. അപ്പൊ ഞാൻ പഴയ ദോശ അങ്ങനെയാണ് അച്ചു. അച്ഛമ്മയൊക്കെ ദോശ ഉണ്ടാക്കുന്ന കാലത്തെ ദോശ അങ്ങനെയാണ്. ആകെ 2 എണ്ണം കഴിച്ചു കഴിഞ്ഞാൽ വയറ് ഫുള്ളാവും അല്ലേ സുനിയെ? അമ്മ ദോശ ഉണ്ടാക്കുമ്പോ, ഞാൻ ഉണ്ടാക്കുമ്പോ അമ്മ പറയും ഇത് 5-6 എണ്ണം കഴിക്കണമെന്ന്. പക്ഷെ അമ്മ ഉണ്ടാക്കുന്ന ദോശയാണ് കേട്ടോ ഇവിടെ ഇറച്ചിക്കറി കൂട്ടി കഴിക്കാൻ എനിക്കടക്കം ഇഷ്ടം. നല്ല ടേസ്റ്റ് ഉണ്ടാവും. നിനക്ക് ഇഷ്ടമല്ല? അവൾക്ക് പേപ്പർ പോലത്തെ, സുകന്യക്ക് പേപ്പർ പോലത്തെ. സുകന്യ പറയും ഏടത്തിയമ്മ ഉണ്ടാക്കണ പോലത്തെ ദോശ മതിക്ക് പറയും. രാമശ്ശേരി ഇഡ്ഡലി നമ്മളിനി അടുത്തൊരു പുറത്ത് പോവുകയാണ് പറഞ്ഞു വെച്ചാൽ നമ്മൾ രാമശ്ശേരി പോയിട്ട് ഇഡ്ഡലി കഴിക്കണതിൻ്റെ ഒരു വീഡിയോ കാണിച്ചു തരാം കേട്ടോ. അതേപോലെ തന്നെ സേവ. നമ്മൾ പാലക്കാടാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളിതൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. സേവ പറഞ്ഞിട്ട് നൂൽപുട്ടിൻ്റെ പോലെ, പക്ഷെ അത് ഉണ്ടാക്കുന്ന രീതിയൊക്കെ വ്യത്യാസമുണ്ട്. രസവട അത് കഴിച്ചിട്ടില്ല. അതൊക്കെ നമ്മളിങ്ങനെ പറയുമ്പല്ലേ കഴിച്ചിട്ടില്ല. നമ്മുടെ ഇവിടെ അല്ലേ നാളെ ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞുണ്ണീനെ കൂടെ ആശുപത്രി പോകുമ്പോൾ നല്ലൊരു ഡോക്ടർ ഇല്ലാത്തതിൻ്റെ, നമ്മളൊരു ഉൾപ്രദേശമാണ് കേട്ടോ. നമ്മളെപ്പോഴെങ്കിലൊക്കെ ഒന്ന് പുറത്ത് പോകുമ്പോൾ ചിലപ്പോൾ എങ്ങനെ പറയാ, ഒരു ബിരിയാണിയോ കുഴിമന്തിയോ അതന്നെ എപ്പോഴെങ്കിലും പോണ സമയത്തുള്ളൊരു ഇതാണ്, എപ്പോഴും അല്ല. ഒരു ഇഡ്ഡലി നാടൻ കോഴിക്കറി വീഡിയോ ഉണ്ട്. നല്ല അരച്ചു വെച്ച നാടൻ കറി. എത്ര നാടൻ കോഴിക്കറി നമ്മള് അങ്ങനെ ഞാൻ പോയി കഴിച്ചു നോക്കണം എങ്ങനെയുണ്ടെന്ന്. ഞാൻ ഇന്ന് എവിടേക്കുമില്ല, ഇന്ന് പോവാൻ പറ്റൂല കേട്ടോ, വെറുതെ പറയാനേട്ടാ. നിങ്ങൾക്ക് ചമ്മന്തി മതി പറഞ്ഞാൽ ഞാൻ ഒന്ന് കറി ഉണ്ടാക്കുവോ? കറിയൊക്കെ എപ്പണ്ടായി? അതന്നെ തക്കാളി ചമ്മന്തി മതി. ഓ നമ്മു കണ്ടോ അമ്മൂന് ഇങ്ങനെ എന്താണ് എന്താ ഇന്നലെ ഒരു ചേച്ചി പറയണേ, പ്രസീടെ പോലെയായിരുന്നു ഞാനും, എനിക്കും ഒന്നും അറിയായിരുന്നില്ല. ലാസ്റ്റ് എൻ്റെ മക്കൾ നന്നായി പഠിച്ച് അവരൊക്കെ നല്ല ജോലി വാങ്ങിയപ്പോൾ എൻ്റെ ജീവിതമൊക്കെ നല്ല രീതിയിൽ മെച്ചപ്പെട്ടു. മക്കളെ നല്ല രീതിയിൽ പഠിപ്പിക്കുന്നു ഏട്ടാ. നമ്മൾ പറയുന്നുണ്ട്, തല്ലുന്നുണ്ട്, ചീത്ത പറയും. തല്ലിയിട്ടൊന്നും കാര്യമില്ല. അവരവർക്ക് സ്വയം തോന്നണം നമ്മൾ പഠിക്കണം, നമുക്ക് നന്നാവണം, നമുക്ക് എല്ലാവരുടെയും മുമ്പിൽ
എൻ്റെയൊക്കെ സാഹചര്യം പിന്നെ പഠിക്കാൻ പോകാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു കേട്ടോ. അതുപോലെയല്ലല്ലോ മക്കൾക്ക്. ഇപ്പോൾ ഇവർക്കൊക്കെ എന്താ സുഖമാണ് പഠിക്കാൻ. നമ്മളെപ്പോഴും നമ്മുടെ കാര്യങ്ങൾ പറയുമ്പോൾ ഇവർക്കെന്നെ മക്കൾ പറയും അതാ കഴിഞ്ഞ കാലമല്ലേ അമ്മ, അതൊക്കെ കഴിഞ്ഞു പറയും. അപ്പോൾ ഇനിയില്ലേ നമ്മുടെ ദോശ ഉണ്ടാക്കലും കഴിക്കലൊക്കെ കഴിഞ്ഞു. നീ പറയേ. ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കിയിട്ട് ആ ചട്ടിയിൽ തന്നെ ഇത് വെച്ചു. കത്തിനോട് ഇരിക്കാൻ മേമ രണ്ടാമത്തെ കത്തിയോ? എന്നിട്ട് ഞാൻ ചോദിച്ചു മിഞ്ഞാന്ന് ഇതേപോലെയൊക്കെ അബദ്ധം പറ്റിയിട്ടോ. പപ്പടം കാച്ചിയിട്ട് എനിക്ക് ഗ്യാസ് ഓഫ് ആക്കിയെന്നാണ് ഓർമ്മ. ഗ്യാസ് ഓഫ് ആക്കിയിട്ടില്ല. ഇന്നലെ അതേപോലെ സുകന്യ ഉരുളക്കിഴങ്ങ് പറഞ്ഞിട്ട് ഗ്യാസ് ഓഫ് ആക്കിയിട്ടില്ല. ഞാനല്ലെങ്കിൽ എപ്പോഴും എന്തെങ്കിലും പക്ഷെ ഗ്യാസ് കിട്ടണമെങ്കിൽ മാസങ്ങളാവും. അത് ഓർമ്മയില്ലാടി, മറന്നുപോയി. അവൻ കഴിക്കാൻ പോലും എൻ്റെ എല്ലാവരെയും കഴിക്കൽ കഴിഞ്ഞു. ലാസ്റ്റത്തെ എന്താണെന്നറിയോ, ദോശ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇനി 3-4 ഉള്ളൂ. അപ്പോൾ അവളത് ഉണ്ടാക്കാന്ന് പറഞ്ഞ് അത് ഉണ്ടാക്കി കഴിഞ്ഞ് വെച്ചാൽ നമുക്ക് എന്താ ഉച്ചയ്ക്ക് ഇവര് ചിലപ്പോൾ വേണ്ടവരത് കഴിച്ചോളൂ കേട്ടോ. നമ്മുടെ വിശേഷം എന്ത് ആരുടെ ഫോണ്? ആരുടെ ഫോണ്? അപ്പൊ ദോശ വെച്ചിട്ട് ട്യൂഷൻ പോയിക്കൂടെ? ആരുടെ ഫോണ് നോക്കി? അവന് ഫോൺ കിട്ടിയാൽ മതി. അവൻ്റെ ഞാനിന്ന് വിചാരിച്ചു ഉച്ചക്കല്ലേ ഒരു ചക്ക കിട്ടിക്കഴിഞ്ഞാൽ കൂട്ടാൻ വെക്കാന്ന്. പക്ഷെ നോക്കുമ്പോ എല്ലാ ചക്ക ഇതില് മാത്രം 3 ചക്ക ഉണ്ട് കേട്ടോ. നല്ല മധുരമുള്ള ചക്കേനെ. അപ്പൊ നമ്മള് വിശേഷം നിർത്തുക കേട്ടോ. നാളെ കാണാം. ടീച്ചർ